അടിയന്തരാവസ്ഥക്കാലൊക്കെ ജയിലിൽ പോയല്ലോ, അതിനെക്കുറിച്ച് പറയാം. അടിയന്തരാവസ്ഥക്കാലത്തെ SFI ആണ് ഞങ്ങളൊക്കെ. SFI രൂപീകരിച്ചത് 970 അവസാനം തിരുവനന്തപുരത്ത് സഖാവ് AKG ആണല്ലോ ഉദ്ഘാടനം ചെയ്തത്. 75-ലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ ഭയം വിദ്യാർത്ഥികൾ അടിയന്തരാവസ്ഥക്കെതിരായി പ്രതികരിക്കുമെന്നാണല്ലോ റിപ്പോർട്ട്. വിദ്യാർത്ഥികളുടെ പ്രതികരണം വരും. അതുകൊണ്ട് ആദ്യം വിദ്യാർത്ഥികളെയാണ്, അതിൽ SFIയെ ടാർഗറ്റ് ചെയ്തു. അന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവിനെ അന്ന് തന്നെ ബുക്ക് ചെയ്തു. 975 ജൂൺ 25, 26 ഇതിനെ ബുക്ക് ചെയ്തു. എന്നെയും 26 രാവിലെ MLA ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു ദിവസമേ വെച്ചുള്ളൂ, വിട്ടു. അത് കഴിഞ്ഞ് ജൂലൈ 1-നാണ് എല്ലാ വർഷവും SFIയുടെ ഒരു ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് ഡേ ആണ് എല്ലാ വർഷവും. പക്ഷേ അടിയന്തരാവസ്ഥ വന്നപ്പം ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് എന്താ? അടിയന്തരാവസ്ഥ. അന്നാണ് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യമായി ഉയർത്തിയത്. ആ പ്രകടനത്തിലാണ്. പിന്നീടാണ് EMS എല്ലാം അത് ഏറ്റെടുത്തപ്പോൾ അതൊരു വലിയ സ്ലോഗനായി ദേശീയ തലത്തിൽ. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് പറഞ്ഞുകൊണ്ട്, ഫാസിസം തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്, യൂണിവേഴ്സിറ്റി കോളേജിലെ ലീഡറാണ് അദ്ദേഹം സുരേഷ്, ഞങ്ങൾ പ്രകടനം നടത്തി. ഒരു വലിയ വിദ്യാർത്ഥി സമൂഹം, പോലീസിനൊന്നും ഒരു പിടി കൊടുത്തില്ല, അവർ അറിഞ്ഞില്ല. ഞങ്ങൾ അവിടുന്ന് യൂണിവേഴ്സിറ്റി കോളേജ്, സംസ് കോളേജൊക്കെ ഉണ്ടായില്ല, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് നേരെ സെക്രട്ടേറിയറ്റിലേക്ക് പോയി. സെക്രട്ടേറിയറ്റിന് മുമ്പ് വരെ പോയി. അവിടെ വെച്ച് റൗണ്ടപ്പ് ചെയ്ത് അവിടെ വെച്ച് തന്നെ മർദ്ദനം ആരംഭിച്ചു. പിന്നെ അറസ്റ്റ് ചെയ്തു. ലോക്കപ്പിൽ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഭീകരമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് മർദ്ദനം. മറ്റത് കൂട്ടയടിയാണ്, മറ്റത് ഒറ്റയ്ക്ക്. അന്ന് സകല പേരെയും തല്ലി ചതച്ച് DIR-ൽ പെടുത്തി. ആരും കാണാനും വരുന്നില്ല. വന്നാൽ അവരും കേസിന് പ്രതിയാവും. അടിയന്തരാവസ്ഥയല്ലേ. ഞങ്ങൾ ജയിലിലിട്ടു. അങ്ങനെ അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തെ നയിച്ച പ്രസ്ഥാനം SFI ആണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ചരിത്രം. അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ തുടർച്ചയാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ ഇല്ലെങ്കിലും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പ്രഖ്യാപിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്.